ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പാളി. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ലോക്ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാതിരുന്നതെന്ന് ഗവർണർ ചോദിച്ചു. മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. മുഖ്യമന്ത്രി എങ്ങനെയാണ് മുൻഗണന തീരുമാനിച്ചതെന്ന വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നൽകാൻ തയ്യാറായിട്ടില്ലെന്നും ഗവർണർ മന്ത്രിമാരോട് പറഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ വിസിമാരെ നേരിട്ട് നിയമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പറഞ്ഞിരുന്നു. നാളെ കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് മന്ത്രിമാർ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. ഡിജിറ്റൽ വാഴ്സിറ്റിയിലേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥിനെ അംഗീകരിക്കാൻ ഗവർണറും KTUവിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ സർക്കാരും അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മുഖ്യമന്ത്രി സജി ഗോപിനാഥിനെയും ഗവർണർ സിസിയെയും കൈവിടാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. എന്നാൽ ഇരുവരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 വാഴ്സിറ്റികളിലെയും BC നിയമനത്തിന് സുപ്രീംകോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റി പേരുകൾ തയ്യാറാക്കി 2 പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകുകയും കോടതി നിർദ്ദേശിച്ച പ്രകാരം മുഖ്യമന്ത്രി മുൻഗണനാ ക്രമത്തിൽ ഗവർണർക്ക് അംഗീകാരത്തിനായി കൈമാറുകയുമായിരുന്നു. ഡിജിറ്റൽ വാഴ്സിറ്റിയുടെ പട്ടികയിൽ ഡോക്ടർ സജി ഗോപിനാഥിനെയും KTUവിന്റേതിൽ C സതീഷ് കുമാറിന്റെയും പേരാണ് മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റിൽ ആദ്യം. എന്നാൽ ഇരു പട്ടികയിലും ഇടം പിടിച്ചത് ഡോക്ടർ സിസ തോമസും ഡോക്ടർ പ്രിയ ചന്ദ്രനുമാണ്. രണ്ടുപേരും ഗവർണർക്ക് താല്പര്യമുള്ളവരുമാണ്. 2 പട്ടികയിലും ഉൾപ്പെട്ടവർ ഇവർ മാത്രമാണ് വാദിച്ച് KTUവിലേക്ക് സിസയെയും ഡിജിറ്റലിനെയും പ്രിയയെന്നുമാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഗവർണർ സുപ്രീംകോടതിയെ അറിയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ അറിയിക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇത് പ്രകാരമായിരുന്നു ഗവർണറുടെ മറുപടി. അത് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഫോർമർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 2 സെർച്ച് കമ്മിറ്റികൾ ഗവൺമെന്റിന് ലിസ്റ്റ് കൊടുത്തിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ചുമതലപ്പെടുത്തി 2 മന്ത്രിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടു കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചാൻസലർക്ക് മുഖ്യമന്ത്രി നൽകിയ അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത്. കോടതി ആ സമയത്ത് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിലെത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധിക്കുമ്പോൾ. നാളെയാണ് കോടതി വരുന്നത്. ബാക്കി കാര്യങ്ങൾ ചർച്ചകൾ തീരുന്നില്ല, അത് തുടരുകയാണ്.